ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് മീഡിയ. ലൈഫ് മീഡിയ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് വരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് മീഡിയ എന്ന എൻ്റെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചർമ്മം വെളുക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഇതിനായി ഏതു മാർഗവും പരീക്ഷിക്കുന്നവരാണ് മിക്കവാറും പേരും. ഇന്ന് ഞാൻ ഇത് പറഞ്ഞാലും തെറ്റില്ല. വിപണിയിൽ ലഭിക്കുന്ന പല ക്രീമുകളിലും ബ്യൂട്ടി പാർലറുകളും എല്ലാം വെണ്മയുടെ രഹസ്യം തേടി പോകുന്നവരുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും ഗുണം തരില്ലെന്നും മാത്രമല്ല, പാർശ്വഫലങ്ങൾ നൽകുകയും ചെയ്യും. കാരണം ചില ക്രീമുകൾ താൽക്കാലിക ഗുണം ചെയ്യുമെങ്കിലും പലപ്പോഴും ഇവയിൽ കെമിക്കലുകൾ പാർശ്വഫലങ്ങളാണ് നൽകുക. വെളുത്ത നിറത്തിന് ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവ ദോഷമുണ്ടാക്കില്ല എന്നത് മാത്രമല്ല, പ്രയോജനം നൽകും. ചെലവും ഏറെ കുറവാണ്. ചർമ്മത്തിന് വെളുപ്പ് നൽകാൻ സഹായിക്കുന്ന ഒരു ചേരുവ അല്ലെങ്കിൽ പല ചേരുവകളും നമുക്ക് അടുക്കളയിൽ തന്നെ ഉള്ളവയാണ്. ഇത് തയ്യാറാക്കുവാനും ഉപയോഗിക്കുവാനും എല്ലാം എളുപ്പവും. ഈ പല കൂട്ടുകളും വെളുക്കുവാൻ മാത്രമല്ല, ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ല ഒരു മരുന്ന് കൂടിയാണ്. ചർമ്മം വെളുക്കുവാൻ പലരും പരീക്ഷിക്കാറുള്ള ഒന്നാണ് ബ്ലീച്ച്. സാധാരണ കെമിക്കൽ അടങ്ങിയ ഇവ പല താൽക്കാലിക ഗുണം നൽകിയാൽ തന്നെയും പല തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. ഇവയിൽ കെമിക്കലുകൾ ദോഷം വരുത്തുന്നതു തന്നെയാണ് കാരണം. ഇതിനുള്ള പരിഹാരം തികച്ചും സ്വാഭാവികമായിട്ടുള്ള വഴികൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുക എന്നതാണ്. ഇതിനായുള്ള പല ചേരുവകളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. തികച്ചും പ്രകൃതിദത്ത ബ്ലീച്ച് എന്ന് വേണം നമുക്ക് ഇതിനെ പറയുവാൻ. വെളുക്കാൻ വീട്ടിലുണ്ടാക്കാൻ ഏറ്റവും ശുദ്ധമായ ബ്ലീച്ച് ചെറുനാരങ്ങാ നീരും മഞ്ഞൾപ്പൊടിയും. ചെറുനാരങ്ങാ നീരും മഞ്ഞൾപ്പൊടിയും കലർത്തി പുരട്ടുന്നത് വളരെ നല്ലതാണ്. നാരങ്ങാ നീരിന് പ്രകൃതിദത്ത ബ്ലീച്ചിങ്ങിൻ്റെ കഴിവുണ്ട്. ഇതിലെ വൈറ്റമിൻ സിയും ചർമ്മത്തിന് വെളുപ്പ് നൽകുവാൻ സഹായിക്കും. ഇതിനൊപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേരുന്നത് ഫലം കൂടുതൽ ഉറപ്പു നൽകുന്നു. ഇതിലെ വൈറ്റമിൻ സി, സിട്രിക് ആസിഡ് എന്നിവയാണ് നമുക്ക് ബ്ലീച്ച് ഗുണങ്ങൾ ഏറെ നൽകുന്നത്. നാരങ്ങാനീരിനൊപ്പം പല ചേരുവകളും ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടാം. ചെറുനാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും കലർത്തി പുരട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. മഞ്ഞൾ കൂടി ചേരുന്നത് ഫലം കൂടുതൽ ആകുന്നു. പാലും നാരങ്ങാനീരും കലർന്ന മിശ്രിതവും ചർമ്മത്തിന് നല്ല ബ്ലീച്ച് എഫക്റ്റ് നൽകും. 2 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും എടുക്കുക. ഇത് രണ്ടും യോജിപ്പിച്ച് മുഖത്ത് പുരട്ടാം. ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. പാലിനും ചർമ്മത്തിനും സ്വാഭാവികമായും ഈർപ്പവും വെളുപ്പും നൽകുവാൻ നമുക്ക് നമ്മുടെ ചർമ്മത്തിന് നൽകുവാൻ കഴിയുന്നു. തിളപ്പിക്കാത്ത പാലാണ് കൂടുതൽ ഗുണകരം. പശുവിൻ പാല് മെയിനായിട്ടും എടുക്കുക. പാലിൻ്റെ പാട വെളുക്കുവാൻ മാത്രമല്ല, ചർമ്മത്തിന് ഈർപ്പം നൽകുവാൻ കൂടി സഹായിക്കുന്ന ഒന്നാണ്. ഇതിനൊപ്പം നാരങ്ങാനീര് കൂടി ചേരുമ്പോൾ ഗുണം ഇരട്ടിയാക്കുന്നു. പാല് പോലെ തന്നെയാണ് പാൽപ്പാടയും. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടാം. അടുത്തതായി തക്കാളിയും ആസിഡ് ഗുണമുള്ളത് കൊണ്ട് തന്നെ ചർമ്മം വെളുക്കുവാൻ ഏറെ നല്ലതാണ്. തക്കാളി പേസ്റ്റും ചെറുനാരങ്ങ ജ്യൂസും ഉപയോഗിച്ച് ക്രീമാക്കി ഇതിൽ ധാരാളം ആസിഡ് അടങ്ങിയതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കും. ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടാം. കുക്കുംബർ അരച്ച് ചെറുനാരങ്ങാ നീരും അരിപ്പൊടിയും ചേർത്ത് പേസ്റ്റാക്കാം. വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഫേസ് ബ്ലീച്ച് ക്രീമാണിത്. മുഖത്തിന് ഉപയോഗിക്കാവുന്ന തികച്ചും പ്രകൃതിദത്തമായ ബ്ലീച്ചാണിത്. 2 ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 2 ടേബിൾ സ്പൂൺ കുക്കുംബർ നീര്, 1 ടേബിൾ സ്പൂൺ തക്കാളി നീര് എന്നിവ നന്നായി കൂട്ടിയിളക്കിയതിന് ശേഷം മുഖത്ത് പുരട്ടുക. ഉണങ്ങിയതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക. ഇതും നല്ലൊരു ബ്ലീച്ചാണ്. അടുത്തതായി വെളിച്ചെണ്ണ ചർമ്മ സംരക്ഷണത്തിന് പറ്റിയ മികച്ചൊരു വഴിയാണ്. ഇതിൽ പല ചേരുവകളും ചേർത്ത് നമുക്ക് പുരട്ടാം. നാരങ്ങാനീരും വെളിച്ചെണ്ണയും ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് നല്ലൊരു വഴിയാണ്. വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയും പുരട്ടാം. ഇത് ചർമ്മത്തിന് നിറം നൽകും. വെളിച്ചെണ്ണയിലെ മോണോസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന് ഏറെ നല്ലതാണ്. ഇത് ചർമ്മത്തിന് വെളുപ്പ് നൽകുവാനും നല്ലതാണ്. ഇവ രണ്ടും ചർമ്മത്തിൽ വെളുപ്പ് നൽകുവാൻ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കുവാനും അതുപോലെ സ്ഥിരമായി യൂസ് ചെയ്യാനും കഴിയുന്ന ഒന്നാണ് വെളിച്ചെണ്ണയും മഞ്ഞളും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ലൈഫ് മീഡിയ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.